പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാസമുദ്രങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ തിരുവനന്തപുരം LDCക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ് എന്ന ചോദ്യം. അപ്പോൾ തുടർന്നുള്ള എക്സാമുകൾക്കും നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജൂൺ 8. ജൂൺ 8 ആണ് ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം ഏതാണ്? സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ ഡി, ഫാത്തോമീറ്റർ. ഫാത്തോമീറ്റർ ആണ് സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം. ശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തി സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ സി, എക്കോ സൗണ്ടർ. അപ്പോൾ അത് മാറിപ്പോകരുത്. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ. ശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തി സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. സമുദ്രദൂരം പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോട്ടിക്കൽ മൈൽ. നോട്ടിക്കൽ മൈലാണ് സമുദ്രദൂരം പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ്. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് ഓപ്ഷൻ ബി, നോട്ട്. അപ്പോൾ നോട്ട് എന്നാൽ കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ട്. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ നിശ്ചിത സമുദ്ര ദൂരം ആ രാജ്യങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നു. ഇത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഒരു സമുദ്രത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടർ പരിധി അതിന്റെ തീരത്ത് നിന്ന് സമുദ്രത്തിലേക്ക് എത്ര ദൂരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ. അപ്പോൾ സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ നിശ്ചിത സമുദ്ര ദൂരം ആ രാജ്യങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നു. ഇത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സമുദ്രത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടർ പരിധി അതിന്റെ തീരത്ത് നിന്ന് സമുദ്രത്തിലേക്ക് എത്ര ദൂരമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ. താഴെ തന്നിരിക്കുന്ന സമുദ്രങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. അപ്പോൾ ഈ ഓർഡറിലാണ് വലിപ്പക്രമത്തിൽ വരുന്നത്. വലിപ്പത്തിൽ 1-ാം സ്ഥാനം ആരാണ്? പസഫിക് സമുദ്രമാണ്. 2-ാം സ്ഥാനം അറ്റ്ലാന്റിക് സമുദ്രം. 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രം. 4-ാമത് അന്റാർട്ടിക് സമുദ്രം. 5-ാമതായി ആർട്ടിക് സമുദ്രം. ഏറ്റവും വലുതും ആഴം കൂടിയതുമായ മഹാസമുദ്രമാണ് ഓപ്ഷൻ എ, പസഫിക് സമുദ്രം. വലിപ്പക്രമത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? പസഫിക് സമുദ്രമാണ്. അപ്പോൾ ഏറ്റവും വലുതും ആഴം കൂടിയതുമായ മഹാസമുദ്രമാണ് ഇത്, പസഫിക് സമുദ്രം. ത്രികോണാകൃതിയിലുള്ള സമുദ്രം. ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് ഓപ്ഷൻ എ, പസഫിക് സമുദ്രം. ഈ ആകൃതിയെല്ലാം ഓർത്ത് വെക്കുക. അങ്ങോട്ട് പോകുമ്പോൾ പല ആകൃതികളും പല സമുദ്രങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് ഇത്, പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ദ്വീപ് ഏതാണ്? ചലഞ്ചർ ദ്വീപ്. അപ്പോൾ ഈ ചലഞ്ചർ ദ്വീപ് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ദ്വീപാണ് ചലഞ്ചർ ദ്വീപ്. അപ്പൊ ഈ ചലഞ്ചർ ദ്വീപ് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിന് ശാന്തസമുദ്രം ആ പേര് നൽകിയത് ആരാണ്? അപ്പോൾ പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ഓപ്ഷൻ സി ആണ്, മഗല്ലൻ. മഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. അപ്പോൾ ഈ 11 ചോദ്യം പറഞ്ഞു, അതൊരിക്കൽ കൂടെ നമുക്ക് നോക്കാം. ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജൂൺ 8 ആണ് ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഇത്, ഫാത്തോമീറ്റർ. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ. ശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തി സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. ശബ്ദ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തി സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഇത്, എക്കോ സൗണ്ടർ. സമുദ്രദൂരം പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. സമുദ്രദൂരം പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇത്, നോട്ടിക്കൽ മൈൽ. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ട്. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് ഇത്, നോട്ട്. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ നിശ്ചിത സമുദ്ര ദൂരം ആ രാജ്യങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നു. ഇതിനെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സമുദ്രത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടർ പരിധി അതിന്റെ തീരത്ത് നിന്ന് സമുദ്രത്തിലേക്ക് എത്ര ദൂരമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ. താഴെ തന്നിരിക്കുന്ന സമുദ്രങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്,
ഒന്നാം സ്ഥാനം പസഫിക് സമുദ്രമാണ്, രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത് ഇന്ത്യൻ മഹാസമുദ്രം, നാലാമത് അന്റാർട്ടിക് സമുദ്രം, അഞ്ചാമതായി ആർട്ടിക് സമുദ്രം. ഏറ്റവും വലുതും ആഴം കൂടിയതുമായ മഹാസമുദ്രമാണ് ഇത് പസഫിക് സമുദ്രം. ഏറ്റവും വലുതും ആഴം കൂടിയതുമായ മഹാസമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ദ്വീപ് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിന് അല്ലെങ്കിൽ ശാന്ത സമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ് മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത ഭൂകമ്പ സാധ്യതയുള്ള അഗ്നിവളയം എന്നറിയപ്പെടുന്ന മേഖല ഏത് സമുദ്രത്തിന്റെ ചുറ്റുമാണ്? ഓപ്ഷൻ സി ആണ് പസഫിക് സമുദ്രത്തിന്റെ ചുറ്റുമാണ് ഈ വളയങ്ങൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത ഭൂകമ്പ സാധ്യതയുള്ള അഗ്നിവളയം എന്നറിയപ്പെടുന്ന മേഖല ഏത് സമുദ്രത്തിന് ചുറ്റുമാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിന് ചുറ്റുമാണ്. താഴെ തന്നിരിക്കുന്നതിൽ പ്ലേറ്റ് ടെക്ടോണിക് കൂട്ടിമുട്ടലുകളുടെ ഫലമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രമാണ് ഓപ്ഷൻ എ പസഫിക് സമുദ്രം. അപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രമാണേത്? പസഫിക് സമുദ്രം. എന്തിന്റെ ഫലമായി? പ്ലേറ്റ് ടെക്ടോണിക് കൂട്ടിമുട്ടലുകളുടെ ഫലമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. താഴെ തന്നിരിക്കുന്നതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അറ്റ്ലാന്റിക് സമുദ്രം. അപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രം പസഫിക് സമുദ്രവും വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രവുമാണ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ന്യൂഗനിയയാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂഗനിയ. താഴെ തന്നിരിക്കുന്നതിൽ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. തന്നിട്ടുള്ള എല്ലാം തന്നെ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളാണ്. ഹവായ് ദ്വീപ്, സോളമൻ ദ്വീപ്, റോബിൻസൺ ക്രൂസോ ദ്വീപ്. ഇത് മൂന്നും എവിടെയാണ്? പസഫിക് സമുദ്രത്തില്. എന്നാൽ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂഗനിയ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ന്യൂഗനിയ. എന്നാൽ പസഫിക് സമുദ്രത്തിലുള്ള മറ്റ് ദ്വീപുകളാണ് ഹവായ് ദ്വീപ്, സോളമൻ ദ്വീപ്, റോബിൻസൺ ക്രൂസോ ദ്വീപ്. പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചാൾസ് ഡാർവിനുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഗാലപ്പഗോസ് ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഗാലപ്പഗോസ് ദ്വീപ് ഓപ്ഷൻ എ ആണ് പസഫിക് സമുദ്രത്തിലാണ് ഗാലപ്പഗോസ് ദ്വീപ്. അതെന്താണ്? പരിണാമ സിദ്ധാന്തവുമായും ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗാലപ്പഗോസ് ദ്വീപ് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം ഏതൊക്കെ വൻകരകളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് വടക്കേ അമേരിക്കയും ഏഷ്യയാണ് പസഫിക് സമുദ്രം വേർതിരിക്കുന്നത്. അപ്പോൾ പസഫിക് സമുദ്രം ഏതൊക്കെ വൻകരകളെ തമ്മിലാണ് വേർതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് വടക്കേ അമേരിക്കയും ഏഷ്യയുമാണ് പസഫിക് സമുദ്രം വേർതിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിന്റെ വടക്കേ അറ്റമാണ് ഓപ്ഷൻ എ ബെറിംഗ് കടൽ. ബെറിംഗ് കടലാണ് പസഫിക് സമുദ്രത്തിന്റെ വടക്കേ അറ്റം എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിന്റെ തെക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റോസ് കടലാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിന്റെ വടക്കേ അറ്റമാണെങ്കിൽ ബെറിംഗ് കടൽ, തെക്കേ അറ്റം റോസ് കടലാണ്. പസഫിക് സമുദ്രത്തിന്റെ കിഴക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻ സി ആണ് കൊളംബിയ. അപ്പൊ ഈ 4 ദിശയിലുള്ളത് മറക്കരുത്. വടക്കേ അറ്റമാണെങ്കിൽ ബെറിംഗ് കടലാണ്, തെക്കേ അറ്റം റോസ് കടലാണ്, പടിഞ്ഞാറേ അറ്റം ഇന്തോനേഷ്യയാണ്, കിഴക്കേ അറ്റം കൊളംബിയയാണ്. പസഫിക് സമുദ്രത്തെ ആർട്ടിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബെറിംഗ് കടലാണ്. പസഫിക് സമുദ്രത്തെ ആർട്ടിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. പസഫിക് സമുദ്രത്തെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് മലാക്ക കടലിടുക്ക്. അപ്പോൾ പസഫിക് സമുദ്രത്തെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് മലാക്ക കടലിടുക്കും, പസഫിക് സമുദ്രത്തെ ആർട്ടിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് ബെറിംഗ് കടലിടുക്കുമാണ്. പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന പ്രകൃതിദത്ത കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഡ്രേക്ക് പാസേജ് ആണ് പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന പ്രകൃതിദത്ത കടലിടുക്കാണേത്? ഡ്രേക്ക് പാസേജ്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 1914 നിലവിൽ വന്ന കപ്പൽ പാതയാണ് ഓപ്ഷൻ എ പനാമ കനാൽ. അപ്പോൾ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 1914 നിലവിൽ വന്ന കപ്പൽ പാതയാണേത്? പനാമ കനാൽ.
ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് സമുദ്രഭാഗത്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റായ ഗ്രേറ്റ് ബാരിയർ റീഫ് പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും ചോദ്യമാണ് പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് പറഞ്ഞ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത ഭൂകമ്പ സാധ്യതയുള്ള അഗ്നിവളയം എന്നറിയപ്പെടുന്ന മേഖല ഏത് സമുദ്രത്താണ്? ഓപ്ഷൻ സി ആണ്, പസഫിക് സമുദ്രത്തിലാണ്. താഴെ തന്നിരിക്കുന്നതിൽ പ്ലേറ്റ് ടെക്ടോണിക് കൂട്ടിമുട്ടലുകളുടെ ഫലമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രമാണ്? ഓപ്ഷൻ എ, പസഫിക് സമുദ്രം. താഴെ തന്നിരിക്കുന്നതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രമാണ്? ഓപ്ഷൻ ബി, അറ്റ്ലാന്റിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂഗനിയ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഇത്, ന്യൂഗനിയ. താഴെ തന്നിരിക്കുന്നതിൽ പസഫിക് സമുദ്രത്തിലുള്ള ദ്വീപുകളാണ് ഹവായ് ദ്വീപ്, സോളമൻ ദ്വീപ്, റോബിൻസൺ ക്രൂസോ ദ്വീപ്. ഇത് മൂന്നും തന്നെ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളാണ്. പരിണാമ സിദ്ധാന്തവുമായും ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗാലപ്പഗോസ് ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഓപ്ഷൻ എ ആണ്, പസഫിക് ദ്വീപിലാണ്. പസഫിക് സമുദ്രം ഏതൊക്കെ വൻകരകളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, വടക്കേ അമേരിക്കയും ഏഷ്യയുമാണ് പസഫിക് സമുദ്രം വേർതിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിന്റെ വടക്കേ അറ്റമാണ് ബെറിംഗ് കടൽ. പസഫിക് സമുദ്രത്തിന്റെ വടക്കേ അറ്റം ബെറിംഗ് കടലാണ്. പസഫിക് സമുദ്രത്തിന്റെ തെക്കേ അറ്റം റോസ് കടലാണ്. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറേ അറ്റം ഇന്തോനേഷ്യയാണ്. പസഫിക് സമുദ്രത്തിന്റെ കിഴക്കേ അറ്റം കൊളംബിയയാണ്. പസഫിക് സമുദ്രത്തെ ആർട്ടിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. പസഫിക് സമുദ്രത്തെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന പ്രകൃതിദത്ത കടലിടുക്കാണ് ഡ്രേക്ക് പാസേജ്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 1914 നിലവിൽ വന്ന കപ്പൽപാതയാണ് പനാമ കനാൽ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി ആണ്, പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റായ ഗ്രേറ്റ് ബാരിയർ റീഫ്. താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രമാണ് തന്നിട്ടുള്ളതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ളത്. എന്നാൽ ത്രികോണാകൃതിയിലുള്ളതാണ് ഇത്, പസഫിക് സമുദ്രം. ഏറ്റവും ലവണത്വമുള്ള മഹാസമുദ്രമാണ്? ഓപ്ഷൻ ഡി, അറ്റ്ലാന്റിക് സമുദ്രം. അപ്പോൾ ഏറ്റവും ലവണത്വമുള്ള സമുദ്രമാണ് ഇത്, അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്ത് ആദ്യമായി വിമാനം, കപ്പൽ എന്നിവ മുറിച്ചു കടന്നത് ഏത് സമുദ്രത്തെയാണ്? ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തെയാണ് ആദ്യമായി വിമാനം, കപ്പൽ എന്നിവ ആദ്യമായി മുറിച്ചു കടന്നത്. ഏറ്റവും തിരക്കേറിയ കപ്പൽ ഗതാഗത മാർഗങ്ങൾ ഏത് സമുദ്രത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഏറ്റവും തിരക്കേറിയ കപ്പൽ ഗതാഗത മാർഗങ്ങൾ ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക്കിലാണ്. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ആമസോൺ നദിയുടെ പതന കേന്ദ്രമായ സമുദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. ആമസോൺ നദിയുടെ പതന കേന്ദ്രമായ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്യൂർട്ടോറിക്ക ഗർത്തം. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമാണ് പ്യൂർട്ടോറിക്ക ഗർത്തം. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലാന്റിക്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ കടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സർഗാസോ കടൽ. സർഗാസോ കടലാണ് കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ കടലാണ് സർഗാസോ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്. ഇതും കപ്പലുകളുടെ ശ്മശാനം എന്ന് അറിയപ്പെടുന്നു. അലാങ് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗുജറാത്ത്. ഗുജറാത്തിലാണ് അലാങ്. ബർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഏത് സമുദ്രത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. ബർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഓപ്ഷൻ സി, ജിബ്രാൾട്ടർ.
യൂറോപ്പിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? യൂറോപ്പിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ജിബ്രാൾട്ടർ. യൂറോപ്പിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. ആഫ്രിക്കയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജിബ്രാൾട്ടർ. അപ്പോൾ ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അപ്പോൾ ജിബ്രാൾട്ടറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു, അതൊരിക്കൽ കൂടെ നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ ആണ്. ഏതിനൊക്കെ? അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ ആണ്. യൂറോപ്പിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജിബ്രാൾട്ടർ ആണ്. അതുപോലെ തന്നെ ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കും ജിബ്രാൾട്ടർ ആണ്. മത്സ്യബന്ധനത്തിന് വളരെ പ്രസിദ്ധമായ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. അതായത് മത്സ്യബന്ധനത്തിന് വളരെ പ്രസിദ്ധമായതൊന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഇത് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗ്രീൻലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പോൾ അറ്റ്ലാന്റിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. ആ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും ലവണത്വമുള്ള മഹാസമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്ത് ആദ്യമായി വിമാനം, കപ്പൽ എന്നിവ മുറിച്ചു കടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെയാണ്. ഏറ്റവും തിരക്കേറിയ കപ്പൽ ഗതാഗത മാർഗം ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ആമസോൺ നദിയുടെ പതന കേന്ദ്രമായ സമുദ്രവും അറ്റ്ലാന്റിക് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമാണ് ഓപ്ഷൻ സി പ്യൂർട്ടോറിക്കോ ഗർത്തമാണ്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ കടലാണ് സർഗാസോ കടൽ. സർഗാസോ കടലാണ് കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ കടലാണ് സർഗാസോ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്. ഇത് കപ്പലുകളുടെ ശ്മശാനം എന്നും അറിയപ്പെടുന്നു. അലാങ് എവിടെയാണ്? അലാങ് ഗുജറാത്തിലാണ്. ബർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഏത് സമുദ്രത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഓപ്ഷൻ സി ആണ് ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. യൂറോപ്പിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നതും ഓപ്ഷൻ സി ആണ് ജിബ്രാൾട്ടർ. യൂറോപ്പിന്റെ താക്കോൽ ജിബ്രാൾട്ടർ. ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ജിബ്രാൾട്ടർ. മത്സ്യബന്ധനത്തിന് വളരെ പ്രസിദ്ധമായ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീൻലാൻഡ് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ ഈ ഗ്രീൻലാൻഡ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അടുത്ത ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മഡഗാസ്കർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഇത്, മഡഗാസ്കർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡീഗോ ഗാർഷ്യ. ഡീഗോ ഗാർഷ്യയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൗറീഷ്യസ് ദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്നത് മൗറീഷ്യസ് ദ്വീപാണ്. കണ്ണീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബാബേൽ മാൻഡബ്. ബാബേൽ മാൻഡബ് ആണ് കണ്ണീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലിടുക്കാണ് ബാബേൽ മാൻഡബ്. അറേബ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബാബേൽ മാൻഡബ് ആണ്. അറേബ്യയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ബാബേൽ മാൻഡബ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വാർട്ടൺ. വാർട്ടൺ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തമാണ് വാർട്ടൺ. എന്നാൽ അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമാണ് പ്യൂർട്ടോറിക്ക ഗർത്തം. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമാണ് വാർട്ടൺ.
ഏറ്റവും ചൂട് കൂടിയ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഏറ്റവും ചൂട് കൂടിയ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ കടലുകളെയാണ്? സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത് മെഡിറ്ററേനിയനെയും ചെങ്കടലിനെയും തമ്മിലാണ് സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത്. സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത് മെഡിറ്ററേനിയൻ, ചെങ്കടൽ എന്നിവയാണ് ബന്ധിപ്പിക്കുന്നത്. സൂയസ് കനാലിന്റെ ശില്പിയാണ് ഫെർഡിനൻഡ് ഡി ലെസപ്സ്. ഫെർഡിനൻഡ് ഡി ലെസപ്സ് ആണ് സൂയസ് കനാലിന്റെ ശില്പി. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. 3 പ്രധാന സമുദ്രങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരേ ഒരു സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. 3 പ്രധാന സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരേ ഒരു സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ഏറ്റവും ചെറുതും ഏറ്റവും തണുത്തതുമായ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറുതും ഏറ്റവും തണുപ്പുമായ സമുദ്രമാണ് ഇത് ആർട്ടിക് സമുദ്രം. താഴെ പറയുന്നതിൽ വേലിയേറ്റങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലം, സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലം, ഭൂമിയുടെ ഭ്രമണം. ഇത് 3ഉം തന്നെ വേലിയേറ്റങ്ങൾക്ക് കാരണമാകുന്നവയാണ്. ഏറ്റവും ശക്തമായ വേലിയേറ്റം സംഭവിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് സാഹചര്യത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുമ്പോഴാണ് ഏറ്റവും ശക്തമായ വേലിയേറ്റം സംഭവിക്കുന്നത്. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുമ്പോൾ ഏറ്റവും ശക്തമായ വേലിയേറ്റം സംഭവിക്കുന്നു. വാവുവേലികൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാകുന്നത് താഴെ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുമ്പോൾ. രണ്ടിന്റെയും ആൻസർ ഒന്ന് തന്നെയാണ്. ഏറ്റവും ശക്തമായ വേലിയേറ്റം സംഭവിക്കുന്നതും ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുമ്പോൾ. അതുപോലെ തന്നെ വാവുവേലികൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാകുന്നതും ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുമ്പോഴാണ്. ഏറ്റവും ശക്തമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കറുത്ത വാവിനും വെളുത്ത വാവിനുമാണ് ഏറ്റവും ശക്തമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ശക്തമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് കറുത്ത വാവിനും വെളുത്ത വാവിനുമാണ്. അതേത് സാഹചര്യമാണ് എന്ന് ചോദിച്ചാൽ ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുമ്പോഴാണ് ഏറ്റവും ശക്തമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം. എന്നാൽ അത് ഉണ്ടാകുന്ന സമയം കറുത്ത വാവിനും വെളുത്ത വാവിനുമാണ്. സപ്തമി വേലി ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ വരുമ്പോഴാണ് സപ്തമി വേലി ഉണ്ടാകുന്നത്. സമുദ്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ലവണം. സമുദ്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ലവണമാണ് ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ആണ് സമുദ്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ലവണം. അപ്പോൾ ഇത്രയും ചോദ്യം ഒരിക്കൽ കൂടെ നോക്കാം. അടുത്തതാണ് PSC നമുക്ക് ചോദിച്ച ഭാഗത്തിലോട്ട് വരുന്നത് സമുദ്രജല പ്രവാഹങ്ങൾ. എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് ചോദിച്ചാൽ ലംബമായോ തിരശ്ചീനമായോ നിശ്ചയിക്കാൻ പറ്റുന്ന നിയതമായ ദിശയിലുള്ള തുടർച്ചയായ സമുദ്രജലത്തിന്റെ ഒഴുക്കാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പൊതുവെ ഇവ സമുദ്രത്തിലെ നദികളെന്നും അറിയപ്പെടുന്നു. സമുദ്രജലത്തിൽ പല കാരണങ്ങളിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയാണ് സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണം. താപം, പോഷകങ്ങൾ പോലുള്ള ഘടകങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നതിന് സമുദ്രജല പ്രവാഹങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സമുദ്രജീവികളുടെ നിലനിൽപ്പിനും സമുദ്രജല പ്രവാഹം വളരെ പ്രധാനപ്പെട്ടതാണ്. സമുദ്രജല പ്രവാഹങ്ങൾ ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഇതാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം കാറ്റുകൾ, വേലിയേറ്റവും വേലിയിറക്കവും, സമുദ്രത്തിലെ സാന്ദ്രതാ വ്യത്യാസം, സമുദ്രജലത്തിലെ ലവണ വ്യത്യാസം ഇതെല്ലാം തന്നെ സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെ? കാറ്റുകൾ, വേലിയേറ്റവും വേലിയിറക്കവും, സമുദ്രജലത്തിലെ സാന്ദ്രതാ വ്യത്യാസം, സമുദ്രജലത്തിലെ ലവണ വ്യത്യാസം ഇതെല്ലാം തന്നെ സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനു പുറമെ താപം, ഭൂമിയുടെ ഭ്രമണം, കൊറിയോലിസിസ് പ്രഭാവം എന്നിവയും സമുദ്രജല പ്രവാഹത്തിനുള്ള കാരണങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? താപമുണ്ട്, ഭൂമിയുടെ ഭ്രമണമുണ്ട്, കൊറിയോലിസിസ് പ്രഭാവം ഇതെല്ലാം തന്നെ സമുദ്രജല പ്രവാഹത്തിനുള്ള കാരണങ്ങളാണ്. ഉപരിതല സമുദ്രജല പ്രവാഹങ്ങൾ, ആഴത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങൾ എന്നിങ്ങനെ സമുദ്രജല പ്രവാഹങ്ങളെ പ്രാഥമികമായി രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ സമുദ്രജല പ്രവാഹത്തെ പ്രാഥമികമായും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഉപരിതല സമുദ്രജല പ്രവാഹങ്ങൾ എന്നും ആഴത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങൾ എന്നും. ഉപരിതല സമുദ്രജല പ്രവാഹത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം
കാറ്റും ആഴത്തിലുള്ള സമുദ്രജല പ്രവാഹത്തിന് കാരണമാകുന്ന സാന്ദ്രതാ വ്യത്യാസവുമാണ്. അപ്പോൾ ഉപരിതല സമുദ്രജല പ്രവാഹത്തിന് ഏറ്റവും കാരണം എന്ന് പറയുന്നത് കാറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഴത്തിലുള്ള സമുദ്രജല പ്രവാഹത്തിന് കാരണമാകുന്നത് സാന്ദ്രതാ വ്യത്യാസം. കാറ്റും സാന്ദ്രതാ വ്യത്യാസവുമാണ് ഉപരിതല സമുദ്രജല പ്രവാഹത്തിനുള്ള പ്രധാന കാരണം. എന്നാൽ ഊഷ്മാവിനനുസരിച്ച് സമുദ്രജല പ്രവാഹങ്ങളെ ഉഷ്ണപ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും തരംതിരിക്കാം. അപ്പോൾ ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രജല പ്രവാഹങ്ങളെ എങ്ങനെയൊക്കെ തിരിക്കാം? ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും നമുക്ക് തരംതിരിക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പൊതുവെ ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ എതിർ ഘടികാര ദിശയിലുള്ളതാണ്, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. പൊതുവെ ദക്ഷിണാർദ്ധഗോളത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ ഘടികാര ദിശയിലുള്ളതാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് ഒന്ന് സി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ദക്ഷിണാർദ്ധഗോളത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഘടികാര ദിശയിലും ഉള്ളതാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് ഭൂമധ്യ രേഖാ പ്രദേശത്തിലേക്ക് വരുന്ന സമുദ്രജല പ്രവാഹങ്ങൾ പൊതുവെ ശീത പ്രവാഹങ്ങളാണ്. അപ്പോൾ ശീതജല പ്രവാഹങ്ങൾ എവിടെ നിന്ന് വരുന്ന ജലമാണ്? ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് ഭൂമധ്യ പ്രദേശത്തേക്ക് വരുന്ന ജലങ്ങൾ എന്താണ്? ശീതജല പ്രവാഹങ്ങളാണ്. അത് മാറിപ്പോകരുത്. ധ്രുവ പ്രദേശങ്ങളിൽ നിന്നും എങ്ങോട്ടേക്ക്? ഭൂമധ്യ രേഖാ പ്രദേശത്തേക്ക് വരുന്ന സമുദ്രജല പ്രവാഹങ്ങൾ എന്താണ്? ശീതജല പ്രവാഹങ്ങളാണ്. ഭൂമധ്യ രേഖാ പ്രദേശത്തിനടുത്തുള്ള സമുദ്രജല പ്രവാഹങ്ങൾ പൊതുവെ ഉഷ്ണപ്രവാഹങ്ങളാണ്. അപ്പോൾ ഭൂമധ്യ പ്രദേശത്തിനടുത്തുള്ള സമുദ്രജല പ്രവാഹങ്ങൾ പൊതുവെ എന്താണ്? ഉഷ്ണമേഖല ഉഷ്ണപ്രവാഹങ്ങളാണ്. വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രജല പ്രവാഹങ്ങൾ പൊതുവെ ശീതജല പ്രവാഹങ്ങളാണ്. അപ്പം 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കുറോഷിയോ, ഒയാഷിയോ, ഹംബോൾട്ട്, അലാസ്ക ഈ തന്നിട്ടുള്ള എല്ലാം തന്നെ പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് കുറോഷിയോ, ഒയാഷിയോ, ഹംബോൾട്ട്, അലാസ്ക. കുറോഷിയോ, ഒയാഷിയോ, ഹംബോൾട്ട്, അലാസ്ക ഇത് 4ഉം പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. അതിന് പുറമെ ഒന്നുകൂടെ ഉണ്ട് കാലിഫോർണിയ. കാലിഫോർണിയ പ്രവാഹം ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ പസഫിക്കിലാണ്. അപ്പൊ 5 എണ്ണമാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. കുറോഷിയോ, ഒയാഷിയോ, ഹംബോൾട്ട്, അലാസ്ക, കാലിഫോർണിയ ഇത് 5ഉം പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ പെറു പ്രവാഹം എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹംബോൾട്ട്. ഇതിൽ ഹംബോൾട്ട് എന്നത് പെറു പ്രവാഹം എന്ന് അറിയപ്പെടുന്നു. ജപ്പാൻ പ്രവാഹം ബ്ലാക്ക് സ്ട്രീം എന്നറിയപ്പെടുന്നത് കുറോഷിയോ പ്രവാഹത്തെയാണ്. അപ്പൊ കുറോഷിയോ പ്രവാഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജപ്പാൻ പ്രവാഹം, ബ്ലാക്ക് സ്ട്രീം എന്നീ അറിയപ്പെടുന്നെല്ലാം കുറോഷിയോ പ്രവാഹത്തെയാണ്. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം മാത്രം. അതായത് കുറോഷിയോ, അലാസ്ക. ഈ കുറോഷിയോ, അലാസ്ക പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് തന്നിട്ടുള്ളതെല്ലാം. കുറോഷിയോ, ഒയാഷിയോ, ഹംബോൾട്ട്, അലാസ്ക ഇതെല്ലാം തന്നെ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ശീതജല പ്രവാഹവും ഉഷ്ണജല പ്രവാഹവും ഉണ്ടെന്ന്. അതിൽ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് കുറോഷിയോ, അലാസ്ക. എന്നാൽ ശീതജല പ്രവാഹമാണ് ഒയാഷിയോ, ഹംബോൾട്ട്. അപ്പൊ അത് മാറിപ്പോകരുത്. ഉഷ്ണജല പ്രവാഹം കുറോഷിയോ, അലാസ്ക. ശീതജലമാണെങ്കിൽ ഒയാഷിയോ, ഹംബോൾട്ട്. താഴെ തന്നിരിക്കുന്നതിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതായത് ഗൾഫ് സ്ട്രീം, ബ്രസീൽ പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, ബാൻഗ്വേല പ്രവാഹം ഇതെല്ലാം തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങളാണ്. ഏതൊക്കെ? ഗൾഫ് സ്ട്രീം, ബ്രസീൽ പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, ബാൻഗ്വേല പ്രവാഹം. താഴെ തന്നിരിക്കുന്നതിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അപ്പൊ തന്നിട്ടുള്ള എല്ലാം തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഗൾഫ് സ്ട്രീം, ബ്രസീൽ പ്രവാഹം, നോർവീജിയൻ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം ഇതെല്ലാം തന്നെ ഉഷ്ണജല പ്രവാഹമാണ്. എന്നാൽ തന്നിട്ടില്ലാത്ത 2 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്?
ലാബ്രഡോർ പ്രവാഹം, ബാൻഗ്വല പ്രവാഹം. ഇത് രണ്ടും ഏതാണ്? ശീതജല പ്രവാഹമാണ്. തന്നിരിക്കുന്നതിൽ യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗൾഫ് സ്ട്രീംസ്. യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇതാണ് നമുക്ക് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അഗുൽഹാസ് പ്രവാഹം, മൊസാംബിക് പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇത് മൂന്നുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. ഏതൊക്കെയാണ്? അഗുൽഹാസ് പ്രവാഹം, മൊസാംബിക് പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇതെല്ലാം തന്നെ എവിടെയുള്ളതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം. അഗുൽഹാസ് പ്രവാഹം, മൊസാംബിക് പ്രവാഹം. ഇത് രണ്ടും ഏതാണ്? ഉഷ്ണജല പ്രവാഹമാണ്. എന്നാൽ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ്. നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് ഇത്. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. ബാക്കി രണ്ടും ഉഷ്ണജല പ്രവാഹമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന മേഖലയിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭൂമിയുടെ പരിക്രമണം. ഭൂമിയുടെ പരിക്രമണം സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഘടകമല്ല. എന്നാൽ ഭൂമിയുടെ ഭ്രമണം, സമുദ്രജലത്തിന്റെ സാന്ദ്രത, താപവും കോറിയോലിസിസ് ബലവും ഇതെല്ലാം തന്നെ സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ 75 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PDF പാഠപുസ്തകം ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആവശ്യമുള്ളതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.